രാഹുൽ മാങ്ങാണ്ടി അങ്ങനെ പുതുചരിത്രം സൃഷ്ടിച്ചു. കേരള നിയമസഭയിൽ ആദ്യമായി MLA ആയിരിക്കുന്ന വ്യക്തിയുടെ ലൈംഗിക പരിശോധന പൂർത്തീകരിക്കുന്ന വ്യക്തി. നാട് നീളെ ഓടി നടന്ന് സ്ത്രീകൾക്ക് ഗർഭമുണ്ടാക്കിക്കൊണ്ട് നടന്ന ഞരമ്പൻ ഒടുവിൽ കൈയോടെ പിടിച്ചപ്പോൾ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ വാചകം, അടച്ചിട്ട കോടതിയിൽ ജഡ്ജി ഏമാനെ, എനിക്ക് ലൈംഗിക ശേഷിയില്ല, ഈ പറഞ്ഞതെല്ലാം പച്ച നുണയാണ്. ഒന്ന് ആലോചിക്കണേ. ചെയ്ത പ്രവൃത്തിയെങ്കിലും സമ്മതിക്കേണ്ടതുണ്ട്. പുറത്തു വന്ന ഓഡിയോ നിങ്ങളുടേതാണോ? അതെ, ഓഡിയോ ഇല്ല, എൻ്റെതാണ്. അതെല്ലാം പറഞ്ഞത് ഞാൻ തന്നെ. പക്ഷേ ഇതൊന്നും ചെയ്ത ആള് ഞാനല്ല. എനിക്ക് ലേശം ശേഷിക്കുറവുണ്ട്. ആ ശേഷിക്കുറവുള്ള എന്നെക്കുറിച്ചാണ് ഈ ലോകത്താകമാനം ഈ അപവാദം പറഞ്ഞുണ്ടാക്കിയതെന്നാണ് മാങ്ങാണ്ടി രക്ഷപ്പെടാൻ വേണ്ടി അടിച്ച ഡയലോഗ്. ചേടാ, ഇത്രയും ദ്രോഹ പ്രവർത്തനം ഇവ ഈ നാട്ടിൽ ചെയ്തു. അന്തസ്സോടുകൂടി ചെന്നിട്ട് ഒരബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അടിമുടി ഉടായിപ്പാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഇങ്ങനെ മനുഷ്യനായിട്ടുള്ളവൻ ചെന്നിട്ട് ഏതെങ്കിലും കോടതിയിൽ പറയും എൻ്റെ ശേഷി കുറഞ്ഞ ആളാണ്, എന്നെക്കുറിച്ചാണ് ഈ അപവാദം പറയുന്നു എന്ന് കരുതുമ്പോൾ ഇവ ഇത്രയും ബുദ്ധിയില്ലാത്ത ആളാണ്, ഇവിടെ ഇതിനുള്ള ചികിത്സാ സംവിധാനം ഉണ്ട് എന്നൊന്നും ഇവൻ അറിയില്ല. ഇവൻ ഡോക്ടർ വരെയാണ്. കാര്യം, ഗർഭം ഉണ്ടാക്കുക, അത് അലസിപ്പിക്കാൻ വേണ്ടി വരെ ടാബ്ലറ്റ് കൊടുത്തതിന് ശേഷം വീഡിയോ കോളിലൂടെ അത് ഉറപ്പാക്കുന്നു. കഴിച്ചില്ലെങ്കിൽ അവൻ കെട്ടിത്തൂങ്ങാൻ വേണ്ടി കയറിൽ കുരുക്കിട്ട് അതിനകത്ത് കഴുത്ത് നീട്ടി വെച്ചിട്ടാണ് വീഡിയോ കോൾ. കഴിച്ചില്ലെങ്കിൽ ഇപ്പം ഞാൻ തൂങ്ങും എന്നുള്ളതാണ് ഇവന്റെ ഭീഷണിപ്പെടുത്തൽ. അങ്ങനെ ഭീഷണിപ്പെടുത്തി കഴിപ്പിച്ചതിന് ശേഷം ആ ഗർഭചിത്രം നടത്തുന്നു. ആ നടത്തിയതിനെ അന്തസ്സായിട്ട് ഏൽക്കണ്ടേ? വിവാഹം കഴിഞ്ഞ സ്ത്രീകളായതുകൊണ്ട് അത് ആരുമായിട്ടാണോ ആ വിവാഹ ബന്ധത്തിൽ അകന്നു നിൽക്കുന്നത് അവന്റെ തലയിൽ ഇരിക്കട്ടെ. ഞാൻ വളരെ മാന്യനായിട്ട് ഇതിൽ നിന്ന് നൈസ എസ്കേപ്പ് അടിച്ചങ്ങ് പോകാം. ഇതായിരുന്നു മാങ്ങാണ്ടിയുടെ തന്ത്രം. പക്ഷെ എന്ത് വേണം, ഇതിന്റെ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ അവന്റെ ശേഷിയില്ലായ്മ എന്നതിനെ സംബന്ധിച്ച് ജഡ്ജിയോട് പറഞ്ഞ നുണ ഇതോടുകൂടി കച്ചവടം പൂട്ടുന്ന സാഹചര്യത്തെത്തും. കാര്യം, ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർക്കെല്ലാം ദിവ്യഗർഭം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശേഷി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നാട്ടുകാർക്ക് അറിയില്ല. കാര്യം, നോട്ടം കൊണ്ട് വരെ ഗർഭം ഉണ്ടാക്കാൻ ശേഷിയുള്ളവരാണ് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞത് നേരത്തെ കരുണാകരന്റെ മകളാണ്. അവർക്ക് കോൺഗ്രസിനകത്തുനിന്ന് നേരിട്ട അനുഭവങ്ങൾ വെച്ചിട്ട് സ്ത്രീയാണോ ഇതിനകത്ത് കയറാൻ പറ്റില്ല, ദിവ്യഗർഭം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടെന്ന് ഒരിക്കൽ പത്മജ വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തൻ്റെ അടുത്ത് വന്നിട്ട് പോകുന്നവർക്കെല്ലാം ദേവസമാനനായിട്ടുള്ള മാങ്ങാണ്ടിക്ക് ഒരു പ്രത്യേക തരം ദിവ്യശക്തി ഉണ്ട്. ഏത് സ്ത്രീ അടുത്ത് വന്നിട്ട് പോകുന്നു അവർക്കൂടെ ഗർഭം ഉണ്ടാവും. അങ്ങനെ ഒരു ദിവ്യശക്തി ഒരാൾക്ക് ജന്മനാ കിട്ടിപ്പോയാൽ ഇനി വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന തരത്തിൽ കോടതിയിൽ ഈ തന്ത്രം പ്രയോഗിച്ചത്. എന്തായാലും ആടാപാടെല്ലാം തേയാൻ പോവുകയാണ്. റിസൾട്ട് വരുമ്പോൾ അറിയാം എന്താണ് ഇവന്റെ പ്രശ്നമെന്നും ഇവന്റെ എത്ര ഞരമ്പിനാണ് തകരാറുള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള വിദഗ്ധമായ പരിശോധനയാണ് കഴിഞ്ഞ ദിവസം നടത്തേണ്ടി വന്നത്. എന്തായാലും ഈ നാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഡീഗ്രേഡ് പോയിന്റുകൾ മിണ്ടാതിരിക്കുകയാണ്. അതായത് ലോകത്താകമാനം ഇവിടത്തെ ഒരു MLA, ഏത് പാർട്ടിയുടെ MLA? കോൺഗ്രസിന്റെ MLA രാജ്യത്താകമാനം നോക്കുമ്പോൾ ശേഷി പരിശോധനയ്ക്ക് ചെന്നിരിക്കുന്ന അവസ്ഥ. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം പൊതിഞ്ഞു പിടിക്കുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ആ ശേഷി പരിശോധനയുടെ വിശദാംശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ശിവനെ, വായിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായിരുന്നാലും ഒരു MLAക്ക് വന്ന അവസ്ഥ നോക്കണേ. എങ്ങനെയൊക്കെ ചെന്ന് ഒരു കേസുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്ക് ഇരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത്. ആ രംഗം ആലോചിക്കുമ്പോൾ പൊന്നോ, തലേ കൈവയ്ക്കാനല്ലാതെ മറ്റൊന്നും ഈ നാട്ടുകാർക്ക് പറ്റില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ.